ഗൈസ്, ഇന്നെന്താ സ്പെഷ്യൽ? ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചെമ്പല്ലി ഫിഷ് കറിയാണ്. അതായത് എൻ്റെ നാട്ടിലൊക്കെ ഇതിന് ഉണ്ണിമേരി എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എങ്ങനെ ഇതൊരു പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് കറിയുടെ ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ് കേട്ടോ, പക്ഷെ നല്ല ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടാലോ? ഓക്കേ, കമോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഉലുവ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ലൈറ്റായിട്ട് നമുക്കൊന്ന് വഴറ്റണം. ഇനി ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്കൊരു 1/2 കപ്പ് ചെറിയുള്ളി ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 12 ചെറിയുള്ളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി ഈ ചെറിയുള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലേക്കൊരു 1/4 കപ്പ് സവോള അരിഞ്ഞും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 തണ്ട് കരിവേപ്പില കൂടെ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഉള്ളിയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇതിൽ കൂടുതൽ പോർഷൻ ചെറിയുള്ളി ആയിരിക്കണം, അതിൽ കുറവായിരിക്കണം നമ്മൾ സവോള ആഡ് ചെയ്യുമ്പം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് തക്കാളി ചോപ്പ് ചെയ്തൊന്നും ആഡ് ചെയ്യേണ്ട, അത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. അതുപോലെ ഞാനിവിടെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഈ ടൈമിൽ ലോയിലാക്കി വെക്കണം, അല്ലെങ്കിൽ ഈ അരപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയാണ്, കുറച്ച് എരിയുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ ഈ മീൻകറിയിൽ എരിവൊന്ന് ബാലൻസ് ചെയ്താണ് വെക്കുന്നത്. നിങ്ങൾക്ക് നല്ല സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ കാശ്മീരി കുറച്ചിട്ട് നോർമൽ കുറച്ചുകൂടെ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്കൊരു 3 പീസ് കുടംപുളി നന്നായിട്ടൊന്ന് തിളപ്പിച്ചതാണേ, അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കുടംപുളിക്ക് നല്ല പുളിയുള്ള ടൈപ്പാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പുളി കുറവാണെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് പെട്ടെന്ന് തിളച്ച് കിട്ടാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ദേ ഇവിടെ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ മീനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും ഈ ഒരു ഉണ്ണിമീൻ അല്ലെ ചെമ്പല്ലി മീൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും വെന്ത് കഴിയുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇതിന്. പിന്നെ ആകെപ്പാടെ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൽ വെള്ളം ആഡ് ചെയ്തത് ഞാനൊരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടാണ് പുളി തിളപ്പിച്ചത്. അപ്പോൾ ഇനിയും കറിയിലേക്ക് വെള്ളം ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മീൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഒരുപാടിട്ട് ഇളക്കാൻ പോവല്ല്. ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കുക, അല്ലെങ്കിൽ നമ്മൾ ചട്ടി ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താലും മതി. ഇനി ഒരു തണ്ട് കരിവേപ്പിലും കൂടെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ അടപ്പിങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഈ മീൻകറിയുടെ അടിപൊളി സ്മെല്ലിങ്ങനെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ മീൻകറി ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യില്ല, ഇത് ഇത്രയും മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഇത് ഈ മീൻകറിക്ക് ഒരു കൊഴുപ്പും കിട്ടും, അതുപോലെ ടേസ്റ്റ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ ഒരു കറി മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.